നമസ്കാരം. തിരുവനന്തപുരം നഗരസഭയിൽ ഇടതുപക്ഷത്തിന്റെ സീറ്റ് കുറയ്ക്കാൻ കോൺഗ്രസുമായി ഡീല് നടത്തി എന്ന ആരോപണം അതൊരു ആരോപണമല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. നിങ്ങളെ ബോധ്യപ്പെടുത്തണം. അതിന് ഒരു വാർഡിലെ കണക്ക് നിങ്ങൾ കാണിച്ചു തരാം. അതായത് കഴക്കൂട്ടം മണ്ഡലത്തിലെ ആറ്റിപ്പുറ വാർഡിനെയാണ് അതിനു വേണ്ടി എടുക്കുന്നത്. അതായത് നേരത്തെ ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് വാർഡായിരുന്നു ഈ പറയുന്ന ആറ്റിപ്പുറ കഴിഞ്ഞ തവണ 226ഓളം വോട്ടിന് ഇടതുപക്ഷം വിജയിച്ച വാർഡാണ്. ഇക്കുറി അവിടെ 330ഓളം വോട്ടിന് പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഒന്ന് ആലോചിക്കുക, 230 വോട്ട് വിജയിച്ചെടുത്ത് നിന്ന് വളരെ ക്ലീൻ ഇമേജ് ഉള്ള ശിവദത്ത് എന്നുള്ള കാൻഡിഡേറ്റ്, പരക്കെ അറിയാവുന്ന നേരത്തെ കൗൺസിലർ ആയിരുന്ന വ്യക്തിയാണ് അവിടെ മത്സരിച്ചത്. BJPക്ക് വേണ്ടി സുനിൽ ചോട്ടു എന്ന ചെറുപ്പക്കാരനെയാണ് അവിടെ മത്സരിപ്പിച്ചത്. കഴിഞ്ഞ തവണ ശ്രീകാര്യത്ത് മത്സരിച്ച് പരാജയപ്പെട്ട സുനിൽ ഇപ്പോഴാണ് അദ്ദേഹത്തിന് ആറ്റിപ്പുറയിൽ മത്സരിക്കാനാണ് അവസരം കൊടുത്തത്. അവിടെയാണ് ഈ പറയുന്ന ചോട്ടു വിജയിച്ച് കയറിയിരിക്കുന്നത്. ആ ഒരു ഇലക്ഷൻ പാറ്റേൺ ആണ് നിങ്ങൾ കാണേണ്ടത്. അതായത് ഇക്കുറി ഏകദേശം 5000-ൽ പരം വോട്ടാണ് മണ്ഡല പുനഃക്രമീകരണത്തിന് ശേഷം അവിടെ ഉണ്ടായിരുന്നത്. നേരത്തെ 6000-ൽ പരം വോട്ട് ഈ ആറ്റിപ്പുറ വാർഡിൽ ഉണ്ടായിരുന്നു. 5300ഓളം വോട്ടാണ് അവിടെ ഉണ്ടായിരുന്നത്. അത് ഇത്തവണ പോൾ ചെയ്തത് 3500-ൽ അടുപ്പിച്ച് വോട്ട് മാത്രമാണ് അവിടെ പോൾ ചെയ്തിരുന്നത്. അതിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ ഇറങ്ങിയ വ്യക്തി എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരനല്ല, KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ്. ശ്രദ്ധിക്കുക, KPCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ആറ്റിപ്പുറ അനിൽ. സ്വാഭാവികമായിട്ടും ഒരിടത്തേക്ക് ഒരു KPCC ജനറൽ സെക്രട്ടറിയൊക്കെ മത്സരിക്കണമെന്നുണ്ടെങ്കിൽ അയാൾ എത്ര വോട്ട് പിടിക്കണം? ഒരു പ്രധാനപ്പെട്ട വാർഡ് അങ്ങനെ ഒരാൾ വന്ന് മത്സരിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് സ്വാധീനമുള്ള ഒരു വാർഡായിരിക്കണമല്ലോ. അവിടുത്തെ ഒരു ബേസ് വെച്ചിട്ട് ഇടതുപക്ഷത്തിന് വളരെ സ്വാധീനമുള്ള ഒരു വാർഡാണ്. ആ വാർഡിൽ BJPയുമായിട്ടുള്ള ഫൈറ്റാണ് കഴിഞ്ഞ തവണയും നടന്നത്. അപ്പോൾ കോൺഗ്രസ്സുകാർ എന്ത് ചെയ്യുകയാണ്? BJPക്കൊപ്പം നിൽക്കുന്നു എന്നതിൻ്റെ തെളിവായിട്ട് നിങ്ങൾ കാണേണ്ടത് ഒരു KPCC ജനറൽ സെക്രട്ടറിക്ക് കിട്ടിയത് 370 വോട്ട്. അതിൽ വിജയിച്ച BJP സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 1736, LDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 1409, കോൺഗ്രസിന് 370. കഴിഞ്ഞ തവണ 640 വോട്ട് അവിടെ ഉണ്ടായിരുന്നു. 640 വോട്ട് ഒരു KPCC ജനറൽ സെക്രട്ടറി വന്നു കഴിഞ്ഞാൽ കൂടുതൽ വോട്ടായി മാറേണ്ടതാണ്. ആ കൂടുതൽ വോട്ടായി മാറുകയല്ല ചെയ്തത്. അവിടെ എന്ത് സംഭവിച്ചിരിക്കുകയാണ്? KPCC ജനറൽ സെക്രട്ടറി എന്ന പേരിൽ ഒരാളെ കൊണ്ടുവന്ന് നിർത്തുന്നു. അയാളിലൂടെ വോട്ട് കച്ചവടം നടത്തുന്നത് എങ്ങനെയെന്നതിൻ്റെ തെളിവാണ് കോൺഗ്രസിന് കുറഞ്ഞ 300-ൽ പരം വോട്ട്. ആ വോട്ടിന് BJP വിജയിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരും അരിയാഹാരമല്ലേ കഴിക്കുന്നത്? BJPയുടെ ഈ തെരഞ്ഞെടുപ്പിലെ ഏക പ്രോജക്റ്റ് എന്താണ്? ഞങ്ങൾക്ക് കോർപ്പറേഷൻ മാത്രം വന്നാൽ മതി, നിയമസഭയിൽ തിരിച്ച് സഹായിക്കാം. പഴയ ഡീല് പുറത്തെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിന് സ്വാധീനമില്ലാത്തിടത്തെല്ലാം ഇടതുപക്ഷത്തിന്റെ സീറ്റ് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തിൽ കൃത്യമായിട്ട് വോട്ട് ആർക്ക് മറിച്ചു കൊടുക്കുകയാണ്? BJPക്ക് മറിച്ചു കൊടുത്തു എന്നതിൻ്റെ തെളിവാണ് ആറ്റിപ്പുറയിൽ കാണുന്നത്. കോൺഗ്രസിന്റെ KPCC ജനറൽ സെക്രട്ടറിക്ക് ഒരു വാർഡിൽ കിട്ടുന്നത് 370 വോട്ട്. ആലോചിച്ച് നോക്കിയേ. അതായത് കോൺഗ്രസ് വലിയ തിരിച്ചുവരവാണ് നടത്തിയിരിക്കുന്നത്. 640-ൽ നിന്ന് 370-ലേക്ക് തലകുത്തി വീണ്ടിരിക്കുന്നു. അതും സംസ്ഥാന നേതാക്കന്മാരായിട്ടുള്ളവരെയൊക്കെ മത്സരിപ്പിച്ചപ്പോൾ ഈ അവസ്ഥയാണെങ്കിൽ എന്താണ് അവിടെ നടന്നിരിക്കുന്നത്? അവിടെ ഓരോരുത്തരെ ആളെ കാട്ടിയതിന് ശേഷം ഞങ്ങളിതാ വലിയ ആളെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. പക്ഷേ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നേരെ BJPക്ക് വോട്ട് ചെയ്തോ. ഇതുപോലെ BJPക്ക് സ്വാധീനമില്ല, കോൺഗ്രസിന് സ്വാധീനമുള്ള ഇടങ്ങളിൽ തിരിച്ച് ക്രോസ് വോട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നു. ആറ്റിപ്പുറ പോലെ തന്നെയാണ് പലയിടങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചും ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികളെ വീഴ്ത്തിയത്. ആ കാലുവാരൽ നാട്ടുകാർ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ കൂട്ടുകച്ചവടമാണ് വലിയ നേട്ടമുണ്ടാക്കിയെന്ന് അവകാശപ്പെടുന്നത്. അതായത് പലയിടങ്ങളിലും കോൺഗ്രസിനെ മുൻനിർത്തി പിൻസി ഡ്രൈവിംഗ് നടത്തിയിരിക്കുന്നത് സംഘപരിവാറുകാരാണ്. കോൺഗ്രസിന് നേരിട്ട് ഇടതുപക്ഷത്തിനോട് മത്സരിക്കാൻ ശേഷി നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ തെക്കൻ കേരളത്തിൽ ഉൾപ്പെടെ പലയിടങ്ങളിലും അവരെ സഹായിച്ചിരിക്കുന്നത് BJPയാണ്. തിരിച്ച് BJPക്ക് എൻട്രികൾ ഉണ്ടാക്കി കൊടുക്കുക. BJPയോട് വലിയ ഐത്തമില്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് വേണ്ട സഹായങ്ങൾ ഇപ്പോൾ അവർ ജയിച്ചതിനെ സംബന്ധിച്ച് എവിടെയെങ്കിലും കോൺഗ്രസ്സുകാർക്ക് വ്യാകുലതയുണ്ടോ? എന്തെങ്കിലും ഒരു അക്ഷരം പറയുന്നുണ്ടോ? ഇപ്പോഴും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ അന്തർധാരയിലൂടെ കൂട്ടുകച്ചവടം നടത്തി പരസ്പര സഹായ സംഘങ്ങളായി പ്രവർത്തിച്ചതിന് ശേഷം എല്ലാം ഇടതുപക്ഷത്തിന്റെ തലയിൽ മാധ്യമങ്ങളിലൂടെ വിദഗ്ധമായി ചാർത്തിക്കൊടുക്കുന്ന രീതിയാണ് അവലംബിക്കുന്നത്. ഇതാണ് നാട്ടുകാർ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ പച്ചയ്ക്കാണ് ജനങ്ങൾക്ക് മുന്നിൽ ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നിലനിൽപ്പിന് വേണ്ടി കോൺഗ്രസ് BJPക്ക് വേണ്ടി അടിമപ്പണി ചെയ്തു എന്ന് പറയേണ്ടി വരികയാണ്. പക്ഷെ അതിനോടൊപ്പം ഒരു കാര്യം പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ എണീറ്റ് നിൽക്കുന്ന കോൺഗ്രസ്, RSSന്റെ തോളിൽ ചാരി നിൽക്കുന്ന കോൺഗ്രസ്, അടുത്ത തെരഞ്ഞെടുപ്പിൽ നിങ്ങളെ തട്ടി മാറ്റിയിട്ട് RSS യഥാർത്ഥത്തിൽ മുന്നേക്ക് വരാൻ പോവുകയാണ്. അപ്പോഴും മനസ്സിലാക്കുക, നിങ്ങൾ ഇടതുപക്ഷത്തിന്റെ ബേസ് തകർക്കാൻ ശ്രമിക്കുമ്പോൾ 50%-ൽ കുറവ് വോട്ട് ഒരിടത്തും സംഭവിച്ചിട്ടില്ല. പലയിടങ്ങളിലും ഒത്തു നിന്നപ്പോൾ ചെറിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ 21 സീറ്റുകളിലാണ് അങ്ങനെ വലിയ മാറ്റം
മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞത്. അങ്ങനെ മാറ്റമുണ്ടാക്കി എന്ന് കരുതിക്കൊണ്ട് അത് അവസാനിക്കുന്നില്ല. വരും കാലങ്ങളിൽ സംഘപരിവാറിനെ പന്തളത്തുനിന്ന് എങ്ങനെയാണോ തൂത്ത് പുറത്തിറക്കിയത് അതുപോലെ തൂത്ത് പുറത്തിറക്കാനായിട്ട് ഇടതുപക്ഷം പ്രയത്നിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.